ഹലോ, ഇന്ന് നമ്മൾ എളുപ്പത്തിൽ ഒരു ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി നോക്കാം. എണ്ണ വേണം. എണ്ണക്കകത്തേക്ക് ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തേങ്ങ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറിൽ മുരിഞ്ഞ് വരുമ്പോൾ അത് കോരി മാറ്റണം. തേങ്ങ വറുത്ത് കോരി എണ്ണയിലേക്ക് നമുക്കൊരു സ്പൂൺ കടുക് ഇടാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കറിവേപ്പില അതുപോലെ ഇതിനകത്ത് ചേർക്കും. ബാക്കി സവോളയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി വരയ്ക്കും. ഈ വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് സവോളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് കിട്ടാം. വഴണ്ട് കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മസാല, അതായത് പട്ട, പെരിഞ്ചീരകം പൊടിച്ചത്, ഗ്രാമ്പൂ, ഏലക്ക ഇതെല്ലാം ചേർക്കാം. ആയിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2, 3, 4 നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അല്ലാത്ത മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് ഞാനൊരു 2-3 വറ്റൽമുളക് ഇടുവാണ്. പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ വറുത്ത് വെച്ച് തേങ്ങയും കൂടെ അതിനകത്തോട്ട് ചേർക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെച്ചിരിക്കുന്ന മസാല, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടെ ചേർത്ത്, പിന്നെ ചിക്കൻ മസാലപ്പൊടി, 1 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ, പിന്നെ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് സവോള വഴറ്റാനായിട്ട്. പിന്നെ ചിക്കൻ ചേർത്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ചേർത്താൽ മതി. ചിക്കൻ നല്ലതായിട്ട് മസാലയെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ മുകളിൽ അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 6-7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വേവിക്കണം. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിട്ട് ചെറിയ തീയിൽ വെന്ത് കിട്ടണം. നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇച്ചിരി പച്ച കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അടച്ചു നന്നായിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല കറിയായിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.